ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരേ ഫില്ലിങ് വെച്ചിട്ട് 2 തരം സാൻഡ്വിച്ചാണ് കേട്ടോ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള വെജീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിലേക്ക് വേണ്ടിയിട്ട് ചിക്കന് മുളകും ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചിക്കന് അത് ഫ്രൈ ചെയ്ത് കോരിയതിന് ശേഷം ആ എണ്ണയിലോട്ട് തന്നെ ഞാൻ ഒരു ചെറിയൊരു കഷ്ണം പട്ട 2-3 ഏല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് നന്നായി വഴറ്റി കൊടുക്കുക. വീഡിയോയിലേക്ക് പോകും മുന്നേ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണേ. എങ്കിലും ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. സവാള ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട് കേട്ടോ, 1 ടീസ്പൂൺ. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ റെഡ് ചില്ലി ഫ്ലെക്സ് ഇല്ലാതാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. മുളക് പൊടി ഇട്ടാലും മതി കേട്ടോ. പിന്നെ ഗരം മസാല 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായി വഴറ്റി കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു കാപ്സിക്കത്തിൻ്റെ പകുതി ചേർത്തിട്ടുള്ളൂ കേട്ടോ. കുറച്ച് മല്ലിയില കറിവേപ്പില അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതെല്ലാം നന്നായി ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനിൽ അത് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഫില്ലിങ് കഴിക്കാൻ, അടിപൊളി ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കിക്കോളി. ഇനി ഇതിലേക്ക് സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ, ഒരു 1/2 ടീസ്പൂണൊക്കെ. പിന്നെ ചില്ലി സോസും കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ടൊമാറ്റോ സോസും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു 3 ടീസ്പൂണ്. ചില്ലി സോസ് 1 ടീസ്പൂണേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാനിതിലേക്കില്ലേ 1 ടീസ്പൂൺ കോൺഫ്ലവർ പൊടി കലക്കി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നത്. ക്രീമായി നിൽക്കും കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇത് നന്നായി വഴറ്റി ഇവിടെ ഫില്ലിങ് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനി സാൻഡ്വിച്ച് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ബ്രെഡ് പോക്കറ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യില്ല, അതുപോലെ ഞാൻ കുറച്ച് മൈദ കലക്കി വെച്ചിട്ടുണ്ട്. അതിൽ മുക്കിയിട്ട് ഇങ്ങനെ ബ്രെഡ് പൊടിയിലിട്ട് മുക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. 2 ബ്രെഡ് കൂട്ടി വെച്ചിട്ട് ഇങ്ങനെയാണ് കേട്ടോ ചെയ്യണത്. ഇങ്ങനെ കട്ട് ചെയ്തിട്ടും ഒക്കെ എടുക്കുക കേട്ടോ, സൈഡ് കട്ട് ചെയ്ത് അങ്ങനെയും ചെയ്യാം. ഞാൻ സൈഡൊന്നും കട്ട് ചെയ്തിട്ടില്ല, ഇങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ എല്ലാ ബ്രെഡും ഈ ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കുക കേട്ടോ, അങ്ങനെ ചെയ്തെടുക്കുക. അങ്ങനെ ഒരു 4 ബ്രെഡ് ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ, അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഫുള്ളും ഞാനിങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അങ്ങനെ അത് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുകയാണ്. ഇനി അടുത്ത സാൻഡ്വിച്ച് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കോഴിമുട്ട ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കുരുമുളകും പൊടിയും ചേർത്ത് കൊടുക്കണം. കുറച്ച് മല്ലിയിലയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ചെറിയൊരു കഷ്ണം ക്യാരറ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഉള്ളവർ ഇട്ടാൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ. അതിനിപ്പോൾ നമുക്ക് ഇതിലേക്ക് എന്ത് വെജീസ് വേണമെങ്കിലും ചേർക്കട്ടോ. കോഴിമുട്ടയ്ക്ക് ഇങ്ങനെ സവാള വേണമെങ്കിൽ ചേർക്കുക, തക്കാളി ചേർക്കുക, അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കട്ടോ. അതൊക്കെ അവനവൻ്റെ ഇഷ്ടം പോലെ ചെയ്യുക. ഞാൻ ക്യാരറ്റ് ചെറിയൊരു കഷ്ണവും കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 4 ബ്രെഡ് ഞാനിങ്ങനെ ഇതിലൊന്ന് നമ്മൾ ബ്രെഡ് പൊരിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ചെയ്തെടുക്കുക കേട്ടോ. കുറച്ച് ബട്ടർ ചട്ടിയിലാക്കി എടുത്തിട്ട് അതിലിങ്ങനെ മുക്കിയിട്ട് വെച്ച് കൊടുക്കാനേ. അങ്ങനെ മുഴുവൻ ബ്രെഡും ഞാനിവിടെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഫില്ലിങ് വെച്ച് സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ചെയ്യണത് ഈ ബ്രെഡ് ഞാൻ നടുവ് കൂടെ മുറിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ കുറച്ച് കോഴിമുട്ട പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പകുതി മുറിച്ചിട്ട് അതൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽ. ഈ ഫില്ലിങ്ങിൻ്റെ കൂടെ കോഴിമുട്ട പുഴുങ്ങിയതൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിക്കാൻ. ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരാണ് ഉണ്ടാക്കി നോക്കിക്കോ, അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ഇതുപോലെ തന്നെ എല്ലാ ഇതും ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഫില്ലിങ്ങില്ലേ ഒരു ചില്ലി ചിക്കൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉണ്ടാക്കി നോക്കിക്കോ, വെറുതെ ആവില്ല കേട്ടോ. പിന്നെ ഞാൻ അടുത്ത സാൻഡ്വിച്ച് ഇതിങ്ങനെ ഫുള്ള് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത സാൻഡ്വിച്ച് റെഡിയാക്കാൻ ഈ ഫില്ലിങ് തന്നെയാണ് കേട്ടോ. ഞാൻ കുറച്ച് സോസ് അതിന് മുകളിലാക്കി കൊടുത്തിട്ട് ഈ ഫില്ലിങ് നിരത്തി കൊടുക്കുകയാണ്. സോസ് വേണമെന്നൊന്നുമില്ല, അതിൽ സോസൊക്കെ നമ്മൾ ചേർത്തതാണ്, വെറുതെ ഒന്ന് ആക്കി കൊടുത്തു എന്നുള്ളൂ. അങ്ങനെ ഫില്ലിങ് ഇതിൽ ഫുള്ളായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഈ ബ്രെഡ് വെച്ച് കൊടുക്കുക. ഞാൻ കട്ട് ചെയ്തെടുക്കാണ്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ട് രണ്ടും. ഉണ്ടാക്കി നോക്കിക്കോ, അടിപൊളിയാണ് കേട്ടോ. ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യണേ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.